ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ വർഷം ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ അപായ സൈറണുകൾ മുഴങ്ങുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് റിജിൽ രാജും ഇംതിയാസ് കരീമും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസിലേക്കാണ് ആദ്യം. ഇംതിയാസ്, നിലവിൽ എന്താകുന്നുണ്ട്? സമയം മുന്നോട്ട് പോകുന്തോറും സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അക്ഷയ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 350-ൽ പരം മിസൈലുകൾ ഇസ്രയേലിൽ വർഷിച്ചിട്ടുണ്ടെന്നാണ് വരുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ നമ്മൾ പറയുമ്പോൾ അത് 100 ആയിരുന്നു. ഇനിയിപ്പോൾ അത് 350ഉം 400, 500 ഒക്കെ കടന്ന് ആ കണക്ക് അങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ, മിസൈലുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത എത്രയാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതേസമയം ഇപ്പോൾ ഈ തിരിച്ചടിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേലിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് IRNA ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അതായത് കൂടുതൽ കലുഷിതമായ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും, തിരിച്ചടിക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഇസ്മയിൽ ഹനിയ, ഹസൻ നസറുള്ള എന്നിവരുടെയൊക്കെ രക്തസാക്ഷിത്വത്തിന് പകരമാണ് ഈ ആക്രമണമെന്നും IRGC ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അടിക്ക് അടി എന്ന രൂപത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഇത് വലിയ ഒരു യുദ്ധം സമാനമായ, അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യങ്ങളിലേക്ക് ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ വ്യോമപാതകളെല്ലാം അടച്ചിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ അതിനപ്പുറം ഈ വർഷിച്ചിരിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 350-ൽ പരം മിസൈലുകളൊക്കെ വർഷിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ എത്ര മിസൈലുകൾ ഇവർക്ക് നിർവീര്യമാക്കാൻ പറ്റി എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഈ യുദ്ധം അവിടെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അമേരിക്കയുടെ ഇടപെടൽ കൂടെ വരുന്നതോടെ ഇത് മറ്റൊരു തരത്തിലേക്ക് ഇത് മാറും. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത, എങ്ങനെ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടെ പങ്കുചേരുന്നതോടെയാണ് ഇത് മറ്റൊരു തരത്തിലേക്ക് എത്രമാത്രം കലുഷിതമാകും, നിലവിൽ കാണുന്നത് പോലെ ആകില്ല ചിത്രം എന്നുള്ളതാണ്. നമുക്ക് ചില ദൃശ്യങ്ങൾ കൂടി കാണാം. עדיאל, אתם רואים אותנו?